ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ഓം നമോ നാരായണായ. എല്ലാവർക്കും നമസ്കാരം. കനകധാര സ്തോത്രത്തിൻ്റെ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. എല്ലാ ശ്ലോകത്തിലും വിഷയം അമ്മയുടെ ദൃഷ്ടി തന്നെയാണ്. ആ ദൃഷ്ടിയിലൂടെ തൻ്റെ ഭക്തർക്ക് മംഗല്യത്തെയും ഐശ്വര്യത്തെയും ക്ഷേമത്തെയും ഒക്കെ നൽകുവാനും, ആ ദൃഷ്ടിയുടെ മാഹാത്മ്യം നാരായണൻ ആനന്ദമുളവാക്കുകയും അതേപോലെ അമ്മയ്ക്ക് ലജ്ജയും കൊണ്ടുവരികയും അതിൻ്റെ ആനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നവളായും ആ മഹാലക്ഷ്മിയെ നമുക്ക് കഴിഞ്ഞ 2 ശ്ലോകത്തിൽ കാണുവാൻ സാധിച്ചു. തുടർന്ന് മൂന്നാമത്തെ ശ്ലോകത്തിൽ വരുമ്പോഴും അമ്മയുടെ ദൃഷ്ടിയെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ആ മഹാശക്തിയുടെ ആനന്ദ ദൃഷ്ടി അമ്മ ഭഗവാനെ സദാ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ ആ ഒരു ദൃഷ്ടിയിൽ അമ്മയുടെ കണ്ണുകൾ ആനന്ദം കൊണ്ട് പകുതി അടഞ്ഞിരിക്കുകയും ഇമവെട്ടാതെ നോക്കി നിൽക്കുന്ന ഭാവത്തിലാണ് നമ്മൾ ജഗദീശ്വരിയെ കാണുവാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ ശ്ലോകം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ശ്ലോകത്തിൻ്റെ അർത്ഥവും നമുക്ക് ഈ ക്ലാസ്സിൽ കേൾക്കാം. മൂന്നാമത്തെ ശ്ലോകം: ആമീലിതാർദ്ധമധിഗമ്യ മുദാ മുകുന്ദം ആനന്ദമന്ദമനിമശങ്കമനങ്കതന്ത്രം ആകേകരസ്ഥിതകനീനികപക്ഷ്മനേത്രം ഭൂത്യേ ഭവേന്മമ ഭുജംഗശയാങ്കനായ. ആമീലിതാർദ്ധമധിഗമ്യ മുദാ മുകുന്ദമാനന്ദമന്ദമനിമേഷമനങ്കതന്ത്രം ആകേകരസ്ഥിതകനീനികപക്ഷ്മനേത്രം ഭൂത്യൈ ഭവേന്മമ ഭുജംഗശയാങ്കനായ. ആമീലിതാർദ്ധമധിഗമ്യ മുദാ മുകുന്ദം. ആമീലിതാർദ്ധമധിഗമ്യ മുദാ മുകുന്ദം ആനന്ദമന്ദമനിമേഷമനങ്കതന്ത്രം ആകേകരസ്ഥിതകനീനികപക്ഷ്മനേത്രം ഭൂത്യൈ ഭവേന്മമ ഭുജംഗശയാങ്കനായ. അക്ഷരം ഉച്ചാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ആമീലിതാർദ്ധമധിഗമ്യ മുദാ മുകുന്ദമാനന്ദമന്ദമനിമേഷമനങ്കതന്ത്രം ആകേകരസ്ഥിതകനീനികപക്ഷ്മനേത്രം ഭൂത്യൈ ഭവേന്മമ ഭുജംഗശയാങ്കനായ. ഭുജംഗശയാങ്കനായ. ലയോ ഭഗവതി അനന്തശയനൻ്റെ പത്നിയായി വിരാജിക്കുന്നവളെ, ഭഗവാൻ വാസുദേവൻ അനന്തശയനത്തിൽ, ആ ശയനാവസ്ഥയിൽ, ആ അനന്തനാകുന്ന മെത്തയിൽ ഭഗവാന്റെ ഒരു വശത്തിരുന്ന് അമ്മ ഭഗവാന്റെ പാദസേവ ചെയ്യുന്നു, ശ്രദ്ധയോടുകൂടി പാദസേവ ചെയ്യുന്നു. അപ്പോഴും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ ആ ദൃഷ്ടി ഇടയ്ക്ക് കടക്കണ്ണിട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് ആ ശ്രദ്ധയോടെ പാദസേവ ചെയ്യുന്നത്. ആ ഭഗവാന്റെ ആ ദൃഷ്ടി ഭഗവതിയുടെ മനസ്സിൽ പതിക്കുമ്പോഴും അമ്മയ്ക്ക് ആനന്ദം കൊണ്ട് ആ കണ്ണ് പകുതി അടഞ്ഞതായിട്ട് നോക്കും. അങ്ങനെ ഇടയ്ക്ക് ഭഗവാനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ചിലർ തന്നെ ഭഗവതിയെ കോങ്കണ്ണുള്ളവർ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല അതിന് പറയുന്നത്. ആ കടക്കണ്ണിട്ട് നോട്ടം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ആ ദേവിയുടെ നോട്ടം ഭഗവാനിലെ അത്രയും പ്രേമഭാജനത്തോടുകൂടി തൻ്റെ ഏറ്റവും പ്രേമത്തിന് രൂപാന്തരപ്പെട്ട് ഇരിക്കുന്ന സാക്ഷാത് നാരായണനെ
ആ കടക്കണ്ണിട്ട് അല്ലെ ഇടയ്ക്കിങ്ങനെ എമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ രീതിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആനന്ദം കൊണ്ട് ഭഗവതിയുടെ കണ്ണ് പകുതി അടഞ്ഞ പോലെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൃഷ്ടിയുണ്ടല്ലോ, ആ അങ്ങനെയുള്ള അത്രയും മനോഹരമായ നോട്ടം എന്നിൽ ഭഗവതി പ്രപഞ്ചത്തിന് സൃഷ്ടിസ്ഥിതി ലയ സംഹാര തിരോധാന അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന അമ്മയുടെ ദൃഷ്ടി അല്ലേ, ഭഗവാനിലേക്ക് ആ ദൃഷ്ടി പതിക്കുമ്പോൾ ശരിക്കും പ്രകൃതി പുരുഷനെ നോക്കുമ്പോൾ വീക്ഷിക്കുമ്പോൾ അവിടെ പ്രപഞ്ചം രൂപീകരിക്കുന്നത് പോലെ സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹ ശക്തികളായി സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമായ ആ കണ്ണുകൾ, ആ കാരുണ്യത്തോടുകൂടിയുള്ള ഭഗവതിയുടെ ആ വീക്ഷണം, അമ്മയുടെ ആ നോട്ടം, ആ ദൃഷ്ടി പ്രപഞ്ചത്തെയാണ് അനുഗ്രഹിക്കുന്നത്. അങ്ങനെ അനുഗ്രഹിക്കുന്ന അത്രയും മനോഹരമായ അമ്മയുടെ നോട്ടം എൻ്റെ ഐശ്വര്യത്തിനായി ഭവിക്കട്ടെ. ബുദ്ധ്യേ ഭവേന്മമ ഭുജംഗശയാങ്കനായ, എൻ്റെ ഐശ്വര്യത്തിനായി കൊണ്ട് ഭവിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ എനിക്ക് ഐശ്വര്യത്തെ തരട്ടെ എന്ന് ഭഗവതിയോട് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് 3-ാമത്തെ ശ്ലോകം. അമ്മയുടെ ആ ദൃഷ്ടി സൗന്ദര്യലഹരിയിൽ 24-ാമത്തെ ശ്ലോകത്തിൽ അമ്മയുടെ പുരികക്കൊടിയുടെ ഒരു അനക്കം കൊണ്ട് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും അനുഗ്രഹവും തുടങ്ങിയ പഞ്ചകൃത്യങ്ങൾ ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു. അത്രയും മഹത്തായ അമ്മയുടെ ആ കടക്കൺ ദൃഷ്ടി നമ്മളെ മേലും പതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവിയെ നമഃ. ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു.